അങ്ങനെ അഷ്ടമംഗല്യ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ? ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ നടത്തുന്ന പ്രശ്നമാണ് അഷ്ടമംഗല്യ പ്രശ്നം. എന്നാ നാളെ അവരത് ആരംഭിക്കുകയാണെന്ന് കേട്ടു. അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയോ എന്ത് വേണേലായിക്കോട്ടെ, കൊട്ടാരത്തിൽ കയറി പൂജയോ മറ്റോ നടത്താൻ വന്നാൽ അന്ന് ശേഖരന്റെ അവസാനമായിരിക്കും. അങ്ങനിപ്പോ കൊട്ടാരത്തിൽ കയറാറില്ലല്ലോ. ശരിയാ, പക്ഷെ ഞാൻ കൊട്ടാരം ആർക്കും വിട്ടുകൊടുക്കില്ല. പുത്തൂർ തറവാട്ടിലെ കാരണവരും മാന്ത്രികനും ഞാൻ തന്നെയാ. ദുർമന്ത്രവാദിക്ക് പുത്തൂർ തറവാട്ട് കൊട്ടാരത്തിൽ എന്ത് കാര്യം? കൊട്ടാരത്തിന്റെ താക്കോലിന് ശേഖരനെ ഏൽപ്പിക്കണം. അവിടെ വിളക്കുവയ്പ്പെങ്കിലും നടക്കട്ടെ. പറ്റില്ല, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ കൊട്ടാരം കൈവിടില്ല. പാർത്താളി ദേവിയാണ് സത്യം. പ്രശ്നം തടസ്സപ്പെടുന്നു. നമ്മുടെ കർമ്മത്തിനെതിരായി ഏതോ ദുഷ്കർമ്മി കടുത്ത മന്ത്രപ്രയോഗം നടത്തുന്നുണ്ട്. പുതുമല തന്ത്രിയെ വരുത്തി തടസ്സം നീക്കിയിട്ടാവാം പ്രശ്നം. Correcto. അമ്മേ ദേവി മഹാമായേ, മോനെ തമ്പി എങ്ങനെ എന്റെ ധൂമാവതിയെ കണ്ടോ? ഞാൻ കണ്ടില്ല. ധൂമാവതി സ്വാഹ, ധൂമാവതി സ്വാഹ. വടയക്ഷിണിയെ കണ്ടോ? അഷ്ടമംഗല്യ പ്രശ്ന പ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ നടത്തിയാൽ പോരെ ശേഖര? കുമാരനെ ഉപദ്രവിക്കുന്നത് എന്തിനാ? ആവശ്യമില്ലാത്ത കാര്യത്തിൽ അമ്മ ഇടപെടരുത്. കൊട്ടാരത്തിലും പുത്തൂര് സർപ്പക്കാവിലും നമ്മൾ പൂജ നടത്തുമ്പോ കുമാരൻ അടങ്ങിയിരിക്കുന്നതാണ് അമ്മ കരുതുന്നത്. കുടുംബദ്രോഹി എതിർക്കാൻ വന്നാൽ അവന്റെ കഥ കഴിക്കും. അതുകൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല. അങ്ങനെ അവര് കൊട്ടാരം പൊളിച്ച് അങ്ങനെ നാളെ പുലർച്ചയ്ക്ക് പുതുമന തന്ത്രി വന്ന് കൊട്ടാര പൂജ കഴിഞ്ഞാൽ ഉടനെ കൊട്ടാരം പൊളിക്കും. അവരിവിടുത്തെ കാവിലും പ്രവേശിക്കുന്ന കേട്ടത്. ഒരു കാരണവശാലും നിന്റെ തറവാട്ട് കൊട്ടാരത്തിൽ നീ പ്രവേശിക്കരുത്. എന്തിനു സംഭവിക്കട്ടെ? കൊട്ടാരത്തിരിക്കുന്ന പീഠവും ഉടവാനും കേന്ദ്രങ്ങളും ഞാൻ വിട്ടുകൊടുക്കില്ല. ക്ഷമിക്കണമേ കുടുംബദ്രോഹി, നീ വാർത്താളി ഭക്തനല്ലേ? നിന്റെ ദുർദേവത നിന്നെ രക്ഷിക്കും. എന്താ വാർത്താളി നിന്നെ കൈവിട്ടു? നിന്റെ തറവാട്ട് കൊട്ടാരത്തിൽ നീ
നീ പ്രവേശിക്കരുത്. കൃഷ്ണപ്പറമ്പിൽ വന്നിക്കുകയോ നിന്നിക്കുകയോ അദ്ദേഹത്തിന് എന്തോ അപകടം സംഭവിച്ചെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താ വേണ്ടത് ഗോപാല? മാരാരെ ശേരൻ തമ്പി അദ്ദേഹത്തിനോട് വിവരം പറയൂ. നോക്കിക്കാതെ വേഗം പോകൂ.